ഈ പുഴയും കടന്ന് സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നേ. വിശാലും അവന്റെ ഫ്രണ്ട്സും കോളേജിലേക്ക് വരികയാണ്. യമുനയെ കാണുന്ന വിശാലിന്റെ ഫ്രണ്ട്സ് ചോദിക്കുകയാണ്, വിശാലേ, നീ നിന്റെ എക്സിന് ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കുന്നില്ലേ? അപ്പോ വിശാല് അവരോട് ദേഷ്യത്തില് പറയാണ്, അവൾ എന്റെ എക്സ് ഒന്നുമല്ല, അങ്ങനെ ഇനി പറയണ്ട. എന്നിട്ട് യമുനയും അവളുടെ ഫ്രണ്ട്സും സംസാരിച്ചിരിക്കുമ്പോ വിശാല് വന്ന് യമുനയുടെ ഫ്രണ്ട്സിനൊക്കെ ഇൻവിറ്റേഷൻ കാർഡ് കൊടുത്തിട്ട് അവന്റെ ചേച്ചിയുടെ കല്യാണത്തിന് ക്ഷണിക്കാണ്. എന്നിട്ട് യമുന നോക്കി നിൽക്കുമ്പോ യമുനയോട് പറയാണ്, നിന്നെയൊന്നും ഞാൻ ക്ഷണിക്കൂല, നീയും നിന്റെ കുടുംബവും ആ പരിസരത്ത് പോലും വന്നു പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് വിശാല് പോകുന്നത്. കാർഡിൽ കല്യാണ ചെറുക്കന്റെ പേര് നിവിനാണെന്ന് കണ്ട് യമുന ഞെട്ടാണ്. എന്നിട്ട് യമുനയോട് ഫ്രണ്ട്സൊക്കെ ചോദിക്കാണ്, എന്താടി ഇത്, നിവിനേട്ടൻ കല്യാണം കഴിക്കാൻ പോവാണോ? നിന്നോട് പറഞ്ഞത് ഈ കല്യാണം നടക്കൂലെന്നല്ലേ? അപ്പോ യമുന പറയാണ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലാടി, എന്നോട് ഈ കല്യാണം നടക്കൂലെന്നാ പറഞ്ഞേ. അപ്പോ യമുനയുടെ ഫ്രണ്ട്സ് പറയാണ്, അപ്പോ നിന്നെ ടൈം പാസ് ആയിട്ടാണോ കണ്ടേ? നിന്നെ തേച്ചെന്നാ തോന്നുന്നേ. അപ്പോ യമുന ദേഷ്യത്തിൽ പറയാണ്, നിവിനേട്ടൻ അങ്ങനെ ഒന്നും ചെയ്യൂല, എന്നെ ചതിക്കാനൊന്നും നിവിനേട്ടന് പറ്റൂല. അപ്പോ യമുനയുടെ ഫ്രണ്ട്സ് ചോദിക്കാണ്, പിന്നെ ഇതിന് എന്താ അർത്ഥം? നടക്കാത്ത കല്യാണത്തിന് ആരേലും ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കുവോ? ഇത്രയും പൈസ കൊടുത്ത് കല്യാണം ഏർപ്പാട് നടത്തുമ്പോ അവരത് നിർത്തുന്നു തോന്നുന്നുണ്ടോ നിനക്ക്? അപ്പൊ യമുനയ്ക്ക് ടെൻഷൻ ആവുകയാണ്. എന്നിട്ട് എന്താ സത്യം എന്നറിയാനേ യമുന നിവിനെ കോൾ ചെയ്യാണ്. യമുനയുടെ കോൾ കണ്ട് നിവിൻ വിചാരിക്കുന്നേ വിശാല് വീണ്ടും പ്രശ്നമുണ്ടാക്കിയോ, നിളയ്ക്ക് എന്തേലും പറ്റിയോന്നൊക്കെയാണ് യമുനയോട് ചോദിക്കുന്നേ. അപ്പോ യമുന പറയാണ്, അതൊന്നുമല്ല, എനിക്ക് നിവിനേട്ടനെ ഒന്ന് ഇപ്പോ കാണണം. എന്നിട്ട് നിവിൻ യമുനയെ കാണാൻ വരികയാണ്. എന്നിട്ട് നിവിൻ ചോദിക്കാണ്, എന്താ പറ്റിയ യമുന, എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞ്, ഓക്കെ അല്ലേ നീ? അപ്പോ യമുന ദേഷ്യത്തിൽ പറയാണ്, ഞാൻ എങ്ങനെ ഓക്കെ ആവാനാ? നിങ്ങൾ രാഗിണിയുമായി കല്യാണം കഴിക്കാൻ പോവല്ലേ? വിശാല് കോളേജ് മുഴുവനും നിവിനേട്ടനും രാഗിണിയുമായുള്ള കല്യാണത്തിന്റെ ഇൻവിറ്റേഷൻ കാർഡ് കൊടുത്തിട്ടുണ്ട്. നിവിനേട്ടൻ ചതിക്കുമായിരുന്നല്ലേ എന്നൊക്കെ ദേഷ്യത്തിൽ പറയാണ് യമുന. അവള് ചൂടാവുന്നേ കണ്ട് നിവിൻ വിചാരിക്കുന്നത് എനിക്കും കാവേരിക്കും കല്യാണം നടക്കണം എന്നാണ് യമുന വിചാരിച്ചിട്ടുണ്ടാവുക. അവളുടെ ചേച്ചിയുടെ അവസ്ഥ ഓർത്ത് എന്നോട് ചൂടായതാണെന്നാ നിവിൻ വിചാരിക്കുന്നെ. അതുകൊണ്ട് യമുനയോട് പറയാണ്, ഞാൻ ചതിച്ചിട്ടൊന്നുമില്ല യമുന, ഈ കല്യാണം ഉറപ്പായും നടക്കൂല. അപ്പോ യമുന ചോദിക്കാണ്, പിന്നെ ഇൻവിറ്റേഷൻ കാർഡ് കൊടുത്തത് വെറുതെയാണോ? അപ്പൊ നിവിൻ പറയാണ്, ഞാൻ വീട്ടിലൊക്കെ കല്യാണം നടക്കൂലെന്ന് പറഞ്ഞ് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്റെ വാക്ക് അവര് കേൾക്കുന്നില്ല. അവര് ഈ കല്യാണം നടക്കും എന്ന വാശിയിൽ നിൽക്കാണ്. എന്നെ കൊണ്ട് പറ്റുന്ന പരമാവധി ഞാൻ എതിർത്തോണ്ടിരിക്കുകയാണ്. അപ്പോ യമുന ചോദിക്കാണ്, അപ്പോ നിവിനേട്ടൻ രാഗിണിയുമായി കല്യാണം കഴിക്കാൻ പോവാണോ? നിവിൻ അപ്പോ പറയാണ്, അതൊരിക്കലും നടക്കൂല യമുന, നീ പേടിക്കണ്ട, അവളോടും പറഞ്ഞേക്ക്. വീട്ടുകാരുടെ ഇമോഷൻ ഡ്രാമയിൽ പെട്ട് കിടക്കുകയാണ് ഞാൻ, എന്നെ കൊണ്ട് ഇപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല, പക്ഷെ നീ ധൈര്യമായി ഇരിക്കി എന്ന് പറഞ്ഞിട്ടാണ് നിവിൻ പോകുന്നേ. അപ്പോ യമുനയുടെ ഫ്രണ്ട് വന്ന് ചോദിക്കാണ്, നിവിനേട്ടൻ എന്താ പറഞ്ഞേ? അപ്പോ യമുന പറയാണ്, നിവിനേട്ടനും ഈ കല്യാണത്തിന് താല്പര്യമില്ല, ടെൻഷനാണ് നിവിനേട്ടന്, ഈ കല്യാണം ഉറപ്പായും നടക്കൂല എന്നാ നിവിനേട്ടൻ എന്നോട് പറഞ്ഞത്, നീ ടെൻഷൻ അടിക്കണ്ടെന്നും പറഞ്ഞു. അപ്പോ ആ ഫ്രണ്ട് ചോദിക്കാണ്, നീ ഇപ്പോഴും നിവിനേട്ടനെ വിശ്വസിക്കാണോ? അപ്പോ യമുന പറയാണ്, നിവിനേട്ടൻ ഉറപ്പായും എന്നെ ചതിക്കൂല, ഈ കല്യാണം നടക്കൂല, എന്നോട് സ്നേഹം ഉള്ളത് കൊണ്ടാ ഞാൻ വിളിച്ചപ്പോ തന്നെ ഓടി വന്നത്. അപ്പോ ഫ്രണ്ട് പറയാണ്, ഇപ്പോ നിന്റെ ടെൻഷനൊക്കെ മാറിയില്ലേ? അപ്പോ യമുന പറയാണ്, ശരിയാണ് നീ പറഞ്ഞത്, നിവിനേട്ടൻ ഈ കല്യാണത്തിന് സമ്മതിച്ചു എന്ന പേടിയിലായിരുന്നു ഞാൻ, ഇപ്പോ അത് മാറി. ആ വിശാല് കുടുംബത്തോടെ നാണം കെടും എന്നോർത്ത് സന്തോഷവുമുണ്ട്. കാവേരി SI ശാരലത മാഡം വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. മാഡം എന്നിട്ട് കാവേരിക്ക് കളഞ്ഞു പോയ അച്ഛന്റെ ഡയറിയും ഫോണും തിരിച്ചു കൊടുക്കാണ്. അത് കാണുന്ന കാവേരി ഇത് എവിടുന്നാ കിട്ടിയെന്ന് ചോദിക്കാണ് SIനോട്. അപ്പോ SI പറയാണ്, ചേബാലന്റെ ആളുകളാണ് നീ അറിയാതെ നിന്റെ പേഴ്സ് എടുത്തത്, അത് ചേബാലന്റെ അടുത്ത് കിട്ടുന്നതിനേക്കാൾ മുന്നേ ഞാൻ വാങ്ങിച്ചെടുത്തതാ.
കാവേരി അപ്പോ മാഡത്തിനോട് പറയാണ്, ഞാൻ ഒരുപാട് വിശ്വസിച്ചാ വന്നത് മാഡം. ആ ശിവരാമൻ ചേട്ടനും ബാങ്ക് മാനേജറും വരുമെന്ന് ഞാൻ വിശ്വസിച്ചു എന്നൊക്കെ സങ്കടം പറയാണ്. അപ്പോ മാഡം പറയാണ്, എനിക്കത് മനസ്സിലാകും കാവേരി, ഇതെല്ലാം നടക്കുമെന്ന് ജയബാലൻ ആദ്യമേ അറിഞ്ഞതുകൊണ്ടാ നിന്റെ അടുത്തുള്ള എവിഡൻസ് ഒക്കെ അവന്റെ ആൾക്കാരെ വിട്ട് മാറ്റിവെച്ചത്. എന്നിട്ട് നമ്മുടെ മുമ്പിൽ നാടകം കളിക്കായിരുന്നു. പക്ഷേ അവൻ ഇത്രയും വലിയ വില്ലനാണെന്ന് ഞാൻ കരുതിയില്ല. അപ്പോ കാവേരി പറയാണ്, ജയബാലനെ കുറിച്ച് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു മാഡം. ഞാൻ എങ്ങനെയെങ്കിലും ആ ക്യാഷ് വാങ്ങണം എന്നേ വിചാരിച്ചുള്ളൂ. അപ്പോ മാഡം പറയാണ്, കാവേരി നീ ധൈര്യമായി ഇരിക്കെ, ഇപ്പോഴും നീ തോറ്റിട്ടില്ല. എല്ലാവരും ഈ നാട്ടിൽ തന്നെ ഇല്ലേ? നീ നടത്തണമെന്ന് വിചാരിച്ച കാര്യം ഞാൻ നിനക്ക് വേണ്ടി ഉറപ്പായും നടത്തും. പക്ഷേ നീ പേടിക്കരുത്, ധൈര്യമായി തന്നെ ഇരിക്കണം. അപ്പൊ കാവേരി പറയാണ്, എനിക്ക് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പേടിയാവുന്നുണ്ട് മാഡം. അപ്പൊ മാഡം പറയാണ്, നിങ്ങൾ പേടിക്കാതെ ഇരിക്കുന്നിടത്തോളം എല്ലാം നിങ്ങളുടെ കൺട്രോളിലായിരിക്കും. പേടിച്ച എല്ലാം ഇവിടെ അവസാനിക്കും എന്നൊക്കെ പറഞ്ഞ് കാവേരിയെ മോട്ടിവേറ്റ് ചെയ്യാണ് മാഡം. എന്നിട്ട് കാവേരി പോയപ്പോ നിവിൻ എസ്ഐയുടെ അടുത്തേക്ക് ചെല്ലാണ്. നിവിനാണ് ആ ഡയറിയും ഫോണും എസ്ഐനെ ഏൽപ്പിച്ച് കാവേരിക്ക് കൊടുക്കാൻ പറഞ്ഞത്. നിവിൻ എന്നിട്ട് തന്റെ സുഹൃത്തായ എസ്ഐനോട് പറയാണ്, കാവേരി പാവാണ്, അവളെ നീ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. ഞാൻ നിന്റെ കൂടെ നിന്ന് കാവേരിയെ സപ്പോർട്ട് ചെയ്യുന്നത് കാവേരി അറിയണ്ട. അപ്പൊ ചാരുലത പറയാണ്, ഞാൻ നീയാണ് ഡയറിയും ഫോണും തന്നതെന്ന് പറഞ്ഞിട്ടില്ല. നിനക്ക് കാവേരിയെ ഇത്രയും ഇഷ്ടമാണെന്ന് അവള് അറിയണ്ടേ? അവൾക്ക് വേണ്ടിയല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നേ? ഞാൻ വേണേ അവളോട് സംസാരിക്കണോ? അപ്പോ നിവിൻ പറയാണ്, അത് വേണ്ട. ഇപ്പോ അവളുടെ അച്ഛന്റെ തോട്ടത്തിന്റെ കാര്യമൊക്കെയായി നടക്കുകയാണ്. അതുമാത്രമല്ല, എന്റെ കല്യാണം നടക്കാൻ പോവാണെന്നുള്ള കാര്യം അവൾക്കും അറിയാം. ഈ സമയത്ത് ഞാൻ പറഞ്ഞാൽ അത് ശരിയാകൂല. എല്ലാം ഒന്ന് മാറട്ടെ, എന്നിട്ട് ഞാൻ തന്നെ എന്റെ ഉള്ളിലെ കാര്യം കാവേരിയോട് പറഞ്ഞോളാം. അപ്പോ എസ്ഐ ചോദിക്കാണ്, നിനക്ക് അത്രയ്ക്കും ഇഷ്ടാണോ കാവേരിയെ? അപ്പോ നിവിൻ ആണെന്ന് പറയാണ്. ആ ജയബാലന്റെ മുമ്പിൽ കാവേരി ജയിക്കണം. എന്റെ മനസ്സിലും ഇപ്പോ അതാണ്. നിന്നെ കൊണ്ട് എന്താ പറ്റുന്നേ അത് നീ കാവേരിക്ക് വേണ്ടി ചെയ്യണം. അപ്പോ എസ്ഐ പറയാണ്, അത് നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോ നിവിൻ പറയാണ്, എന്റെ ഭാഗത്ത് നിന്ന് എന്ത് ഹെൽപ്പ് വേണേലും ചോദിച്ചാ മതി എന്ന് പറഞ്ഞിട്ടാണ് നിവിൻ പോകുന്നത്. വിനീത് നാടും വീടും വിട്ട് പോണം എന്നോർത്ത് സങ്കടത്തിലിരിക്കുകയാണ്. വിനീതിന് ഒട്ടും താല്പര്യമില്ല സ്വന്തം നാടും വീടും വിട്ട് വേറൊരു സ്ഥലത്ത് പോയി താമസിക്കാൻ. അതുകൊണ്ട് കടയിൽ വന്ന് സങ്കടത്തിലിരിക്കുകയാണ് വിനീത്. എന്നിട്ട് ഇക്കയോട് പറയാണ്, വീട്ടിലെല്ലാവരും തിരുവനന്തപുരത്തേക്ക് പോവാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോ ഇക്ക പറയാണ്, നിളമോളുടെ ഓപ്പറേഷന് വേണ്ടിയല്ലേ വിനീതേ എല്ലാരും പോവാണോ? അപ്പോ വിനീത് പറയാണ്, അങ്ങനെയല്ല സലീംക്ക, തിരുവനന്തപുരത്ത് പോയി അവിടെ തന്നെ എന്തെങ്കിലും ജോലി നോക്കണമെന്നാ പറയുന്നേ. അപ്പോ ഇക്ക ചോദിക്കാണ്, ഫാദർ പറഞ്ഞ ജോലിക്കാണോ നീ പോകുന്നേ? അപ്പോ വിനീത് പറയാണ്, ആ ജോലി ഇല്ലെങ്കിലും തിരുവനന്തപുരത്ത് പോവണം, അവിടെ തന്നെ നിക്കാനാ എല്ലാരും തീരുമാനിച്ചേ. ഈ കട ഞാൻ ആർക്കും കൊടുക്കുന്നില്ല. തിരുവനന്തപുരത്ത് പോയിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചു വരുമ്പോ കട വേണ്ട ഇക്ക. അപ്പോ ഇക്ക പറയാണ്, നീ എന്തിനാ നെഗറ്റീവായി ചിന്തിക്കുന്നേ? എല്ലാം നല്ല രീതിയിൽ നടക്കും വിനീതേ. അപ്പോ വിനീത് പറയാണ്, ഞാൻ എന്തായാലും ഈ കട കാലിയാക്കുന്നില്ല. ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്ന വരെ ഇക്ക നോക്കിക്കോ ഈ കട എന്നും പറഞ്ഞ് ഈ നാട്ടിൽ നിന്ന് പോകണമെന്നോർത്ത് സങ്കടത്തിലിരിക്കുകയാണ് വിനീത്. സ്നേഹതീരം വീട്ടില് എല്ലാരും തിരുവനന്തപുരത്തേക്ക് പോകാൻ ബാഗൊക്കെ പാക്ക് ചെയ്യാണ്. യമുനയ്ക്ക് ഈ നാട് വിട്ടു പോകാൻ ഒട്ടും താല്പര്യമില്ല. ഇപ്പോ നിവിനെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണ് യമുന. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ നിന്ന് പോകാൻ യമുനയ്ക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് ശാരദയോട് ചോദിക്കാണ്, ഞാൻ ഇവിടെ തന്നെ നിന്നോട്ടെ അമ്മേ, ഞാൻ ഹോസ്റ്റലിൽ നിന്നോളാം. അപ്പൊ ശാരദ പറയാണ്, നീ ഇവിടെ നിന്ന് കോളേജിൽ പോകുമ്പോ തന്നെ ജയബാലന്റെ മോൻ നിന്നെ ശല്യം ചെയ്യാറാണ്. നിന്നെ ഹോസ്റ്റലിലാക്കി ഞങ്ങൾ എല്ലാരും പോയെന്നറിഞ്ഞ അവര് എന്ത് വേണേലും ചെയ്യും.
മര്യാദയ്ക്ക് നീ ഞങ്ങളുടെ ഒപ്പം വന്നോ. ശാരദ എന്നിട്ട് അരവിന്ദന്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് സങ്കടത്തിലിരിക്കാണ്. നിങ്ങളുടെ അച്ഛൻ ലീവിന് വരുന്ന ടൈമിലായിരിക്കും ഈ വീടൊന്ന് ഉണരുന്നേ. സന്തോഷവും ബഹളവും ഒക്കെ ആയിരിക്കും ഈ വീട്ടില്. അരവിന്ദൻ തിരിച്ചു പോയാ പിന്നെ ഈ വീട്ടിൽ നിൽക്കാൻ തന്നെ തോന്നാറില്ല. എവിടെ നോക്കിയാലും അരവിന്ദന്റെ ഓർമ്മകളായിരിക്കും. തിരിച്ച് ലീവിന് വരുമെന്ന് ഓർത്ത് ഞാൻ എന്നെ തന്നെ സമാധാനപ്പെടുത്തും. അരവിന്ദൻ പോയതിനു ശേഷം ഇപ്പോ എവിടെ നോക്കിയാലും അരവിന്ദന്റെ ഓർമ്മയാണ്. ഇനി അരവിന്ദൻ തിരിച്ചു വരൂലെന്ന് എനിക്കറിയാം. അതൊക്കെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് സമാധാനപ്പെടുത്തുകയാണ്. ശാരദയെ ഓർത്ത് എല്ലാവർക്കും സങ്കടാവുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും ചെന്ന് ശാരദയെ കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.